ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡൂനട്ടാണ്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആണ് ഡൂനട്ട്. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജാതിയുടെ കുരു പൊടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് ഒരു മുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇത് ബട്ടർ ഒരു 40 ഗ്രാം ഉണ്ട്. ഇത് സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പിടുന്നില്ല. നിങ്ങൾ നോർമൽ സോൾട്ട് ഇല്ലാത്തതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഒരു 2.25 ടീസ്പൂൺ ഈസ്റ്റാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഇട്ടുകൊടുത്ത് അല്പാൽപമായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ലഭിക്കുക. നമ്മുടെ കയ്യിലുള്ള മൈദയ്ക്ക് അനുസരിച്ച് അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാല് കൂടുതലായിട്ട് വേണ്ടി വന്നെന്ന് വരും. ഇനി നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കുന്നതിനായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവ് അതിലേക്കിട്ട് നന്നായി ഒരു 15 മിനിറ്റോളം നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിക്കുള്ള ഒരു മാവാണ്. എങ്കിലും നമ്മൾ ഈ രീതിയിൽ നന്നായി നമ്മൾ കുഴച്ചെടുക്കുമ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവ് നമുക്ക് കിട്ടുക. ഇനി ഈ രീതിയിൽ നമുക്ക് ഒന്ന് അടിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഇപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ സോഫ്റ്റായ ഒരു ഡവ് നമുക്ക് കിട്ടണം. ഇനി ഒരു ബൗളിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് നമുക്ക് ഈ ഡവ് അതിൻ്റെ അകത്ത് ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഒരു 2 മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് പൊങ്ങി വരുന്നതിനായിട്ട്. ഇതിൻ്റെ ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഇനി ഒരു അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ മാവ് നമുക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. വളരെ തിന്നായിട്ട് അല്ല, അല്പം കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കുക. അതിനുശേഷം ഈ രീതിയിലുള്ള ഒരു ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ ഡൂനട്ട് കട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന് നടുക്ക് ഒരു ബോട്ടിലിൻ്റെ അടപ്പും കൊണ്ട് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഡൂനറ്റിൻ്റെ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഡൂനട്ട് ഒരു ബട്ടർ പേപ്പറിലേക്കോ അല്ലെങ്കിൽ എണ്ണ തൂവി കൊടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്കോ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിൽ ഒരു ക്ലിം ഫിലിം വെക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് മൂടിയിടുകയോ ചെയ്യണം. ഒരു 1/2 മണിക്കൂർ നമുക്ക് ആ രീതിയിൽ വെക്കണം. ഇനി ബാക്കിയുള്ള മാവ് ഇതേ രീതിയിൽ തന്നെ വീണ്ടും പരത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നമുക്ക് ഇടാനുള്ള ഒരു എളുപ്പത്തിന്. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഡൂനട്ട് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ചൂടാവരുത്, ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ചെറിയ ചൂടിൽ കിടന്ന് വേണം ഡൂനട്ട് വെന്ത് കിട്ടാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ പുറം വേഗം കരിഞ്ഞു പോകും, അകം വെന്ത് കിട്ടുകയുമില്ല. തിരിച്ചും മറിച്ചുമിട്ട് ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഡോനട്ട്സും വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും പിന്നെ മിൽക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു ഗ്ലേസ് കൊടുക്കാനായിട്ട്.
ഇനി ഡോനട്ട് ഓരോന്നായി എടുത്ത് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനുശേഷം അത് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം. കടകളിലെല്ലാം കിട്ടുന്ന ഡോനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്